നമസ്കാരം, കോഡ്ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പൈത്തന്റെ ബേസിക്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഏതൊരു ബിഗിനറിനും എത്രയും പെട്ടെന്ന് പൈത്തൺ മാത്രമല്ല നമ്മൾ മറ്റു ലാംഗ്വേജസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പൈത്തനാണ് നോക്കുന്നത്. ഇപ്പോൾ പൈത്തൺ എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഫുൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പൈത്തൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്ക് മാത്രമേ ഉള്ളൂ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ആ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കോഡ്ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞു നമുക്ക് എന്താണ് പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ലാംഗ്വേജിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ഒരാൾക്ക് കൂടി ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കേൾക്കുന്നത് ഞങ്ങൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണെന്ന് പറയണം. സോ അതിങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് പ്രോപ്റ്റിൽ പോവുക. കമാൻഡ് പ്രോപ്റ്റിൽ പോയതിനു ശേഷം എന്ത് ചെയ്യുക, പൈത്തൺ സ്പേസ് -- വേർഷൻ എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എററാണ് വരുന്നത്. അതായത് പൈത്തൺ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്ന് പറയുന്ന ഒരു എററാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തില്ല, പൈത്തൺ ഇൻസ്റ്റാൾ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈത്തൺ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. പൈത്തൺ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരെ ക്രോം ബ്രൗസറിൽ കയറിയിട്ട് പൈത്തൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പൈത്തൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് 3.30.1 എന്നുള്ള വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, നമ്മൾ തന്ന ലിങ്കിൽ പോവുക. അതല്ലെങ്കിൽ പൈത്തൺ എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് പൈത്തൺ 3.30.1 എന്നുള്ളതായിരിക്കും. ജസ്റ്റ് 27 MB നമ്മൾ ഫയൽ സൈസ് വരുന്നുള്ളൂ. സോ അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഡൗൺലോഡ് ആയ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷൻ വിൻഡോ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അഡ്മിൻ പ്രിവിലേജും കൊടുക്കണം. അതേപോലെ തന്നെ പൈത്തൺ ext ടു പാത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കസ്റ്റമൈസ് ചെയ്തിട്ട് പാത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു നേരം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പാത്ത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഇൻസ്റ്റാൾ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. സോ ഒരു 2-3 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സെറ്റപ്പ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് ശേഷം അത് ക്ലോസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും നമ്മുടെ കമാൻഡ് പ്രോപ്റ്റിലേക്ക് വരിക. നമ്മൾ ഓൾറെഡി തുറന്നു വെച്ചിട്ടുള്ള കമാൻഡ് പ്രോപ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു കമാൻഡ് പ്രോപ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ എന്ത് ചെയ്യുക, നമ്മുടെ കമാൻഡ് പ്രോപ്റ്റിലേക്ക് വരിക. കമാൻഡ് പ്രോപ്റ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം പൈത്തൺ സ്പേസ് / വേർഷൻ എന്നിട്ടൊന്ന് എന്ത് ചെയ്യുക, എൻ്റർ അടിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ എന്താ, നിൻ്റെ ഒരു പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതായത് 3.30.1 എന്നുള്ള വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായി, ഇൻസ്റ്റാളേഷൻ സെറ്റപ്സ് വരും. സോ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം പൈത്തണിൽ. അതായത് പൈത്തണിൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൈത്തൻ്റെ ഐഡിയലി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെർച്ച് ബാറിൽ പോയിട്ട് ഐഡിയലി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയലി പൈത്തൺ 3.30 എന്നുള്ള പറയുന്ന ഫയലാണ് ആപ്ലിക്കേഷനാണ്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. നമ്മുടെ പൈത്തൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പിന്നെ അതേപോലെ തന്നെ സിൻടാക്സ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് ആ കാര്യം പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തു, ഹലോ എന്നുള്ള വേർഡാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡബിൾ ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റർ അടിക്കുകയാണ്. സോ നമുക്ക് എന്തായി, നമുക്ക് അതിൻ്റെ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് അതൊക്കെ ഔട്ട്പുട്ട് ആയി കിട്ടി.
അപ്പോൾ നമ്മൾ എന്തായി നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ പൈത്തനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ദെൻ അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.